കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതാണ് വിഷയം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗത്തുള്ള വൃക്ഷങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും, വീടിൻ്റെ ഓരോ ഭാഗത്തും വൃക്ഷങ്ങൾക്ക് സ്ഥാനമാൻ പറയാനുണ്ട്. അപ്പം ആ സ്ഥാനങ്ങൾക്ക് അനുസൃതമായിട്ട് ഓരോ വൃക്ഷങ്ങളും നമ്മൾ വെക്കണം. നമുക്ക് അങ്ങനെയാണ് ചോദിക്കും, 2 സെൻറ്റും 3 സെൻറ്റും വീട് വെച്ചേക്കുന്ന വൃക്ഷം വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതാണ് പറഞ്ഞത്, അവരവരുടെ വസ്തു അനുസരിച്ചിട്ട് 2 സെൻറ്റിനകത്തുള്ള ഒരാൾക്ക് ഒരു വൃക്ഷം വെക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. അല്ലെങ്കിൽ 5 സെൻറ്റിനകത്തുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ വൃക്ഷങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒന്ന് നട്ടുപിടിപ്പിക്കാം. അങ്ങനെയുള്ള വൃക്ഷങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ദിവസവും വെള്ളം ഒഴിക്കുന്നതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്ത് കൽപ്പവൃക്ഷങ്ങളായിട്ടുള്ള തെങ്ങ്, കവുങ്ങ്, പന, ഇവയ്ക്കൊക്കെ കിഴക്ക് ഭാഗത്തൊക്കെ സ്ഥാനം പറയുന്നുണ്ട്. പൊതുവെ എല്ലാ ദിക്കുകളിലും സ്ഥാനം പറയുന്നുണ്ട്. കിഴക്കാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയപ്പെടുന്നത്. പിന്നെ പ്ലാവ് കറയുള്ള വൃക്ഷമാണ്, ദേവവൃക്ഷമാണ്. ഇവയ്ക്ക് വടക്കും കിഴക്കും തെക്കും സ്ഥാനം പറയപ്പെടുന്നുണ്ട്. പനയ്ക്ക് കന്നിമൂലയ്ക്ക് വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക്, കന്നിമൂല എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറേ മൂലയാണ്, വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്കും കന്നിമൂലയ്ക്കും സ്ഥാനം പറയുന്നുണ്ട്. വടക്ക് ഭാഗത്ത് ആഞ്ഞിലിക്ക്, കിഴക്ക് ഭാഗത്ത് ആഞ്ഞിലിക്ക് ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. പിന്നെ വന്നി എന്ന് പറഞ്ഞ മുള്ളുള്ളൊരു വൃക്ഷമുണ്ട്. അത്തി, ഇത്തി, പേരാൽ, അരയാൽ, ഇവയ്ക്കൊക്കെ കിഴക്ക് വടക്കേ ദിക്കും കിഴക്ക് തെക്കേ ദിക്കും ഉത്തമമായിട്ട് പറയുന്നുണ്ട്. ഉതി എന്ന് പറഞ്ഞ വൃക്ഷമുണ്ട്. അതിന് പടിഞ്ഞാറ് ഭാഗവും പടിഞ്ഞാറ് വടക്ക് ദിക്കും ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. അമ്പഴത്തിന് വടക്ക് ഭാഗം ഏറ്റവും ഉത്തമമായിട്ടാണ് പറയപ്പെടുന്നത്. കൂവളത്തിന് പൊതുവെ കിഴക്ക് ഭാഗവും തെക്ക് ഭാഗവും ഉത്തമമായിട്ട് പറയുന്നുണ്ട്. വടക്ക് മധ്യമവും പടിഞ്ഞാറ് വീടിൻ്റെ അധമമായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ പറയുന്ന ദേവവൃക്ഷങ്ങളെപ്പറ്റിയാണ് ചന്ദനം വെക്കാനാണെങ്കിൽ അഗ്നികോണം ഒഴിച്ച് ബാക്കി എല്ലാ ദിക്കിലും, അതായത് തെക്ക് കിഴക്കേ ദിക്കാണ് അഗ്നികോണം എന്ന് പറയുന്നത്, അഗ്നികോണം ഒഴിച്ച് ബാക്കി എല്ലാ ദിക്കിലും ചന്ദനത്തിന് സ്ഥാനം പറയുന്നുണ്ട്. പിന്നെ ദേവവൃക്ഷങ്ങളിൽ പെടുന്ന ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. മഹാഗണിയുണ്ട്, തേക്കുണ്ട്. ഇവയ്ക്കൊക്കെ വടക്ക് കിഴക്ക് പടിഞ്ഞാറൊക്കെ ഉത്തമമായിട്ടാണ് പറയുന്നത്. തെക്ക് മധ്യമായിട്ട് വെക്കുന്ന സമ്പ്രദായം കണ്ടുവരാറുണ്ട്. വാഴ എല്ലാ ഭാഗത്തും ഒരുപോലെ ഗുണകരമായിട്ട്, മരമല്ല വാഴ ഒരു ഫലം തരുന്ന ഫലവൃക്ഷമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ വാഴയ്ക്ക് എല്ലാ ഭാഗത്തും പറയുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് അശോകം തെറ്റിയായിട്ടുള്ളതുകൊണ്ട് എല്ലാ അശോകമായിട്ട് വരുന്നുണ്ട്. മന്ദാരമുണ്ട്. ഇതൊക്കെ എല്ലായിടത്തും സ്ഥാനം പറയുന്ന കാര്യം തന്നെയാണ്. പിന്നെ പുഷ്പങ്ങൾ ഉണ്ടാവുന്ന ചെടികൾ വെക്കാൻ എല്ലാ ഭാഗത്തും അനുകൂലമായിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ വേപ്പ്, ആര്യവേപ്പാവാം, കറിവേപ്പിന് തെക്ക് ഭാഗത്തും ആര്യവേപ്പിന് കിഴക്ക് പടിഞ്ഞാറേ ദിക്ക്, കിഴക്ക് വടക്കേ ദിക്ക്, പടിഞ്ഞാറ് ദിക്ക് ഏറ്റവും ഉത്തമമായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഓരോ വൃക്ഷങ്ങൾ നമ്മൾ എടുത്താലും അതിനെല്ലാം ഓരോ സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. ഈ സ്ഥാനത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ വെട്ടുമ്പോൾ തീർച്ചയായിട്ടും ദൈവാധീനം. മാവ് മിക്കവരും ചോദിക്കുക, മാവ് അത്രയും വിഷയമില്ല, മാവും ദേവവൃക്ഷങ്ങളിൽ പെടുന്നതൊന്നുമല്ല. എന്ന് വെച്ചാൽ മരണത്തെ ദഹിപ്പിക്കാൻ എടുക്കുന്ന വൃക്ഷമാണ് മാവ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥാനത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ എപ്പോഴും വെട്ടുമ്പോൾ അതിൻ്റെ ദൈവാധീനം പൂർണ്ണമായിട്ടും നോക്കണം. ദൈവാധീനം നോക്കിയതിന് ശേഷം, അതുപോലെ പുളി, കന്നിമൂലയ്ക്ക് നിൽക്കുന്ന പുളിയൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ വെട്ടാൻ പാടുള്ളൂ. അതിൻ്റെ കമ്പിറക്കുമ്പോൾ പോയാലും സൂക്ഷിക്കണം. അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ദൈവാധീനം. മഞ്ചാടിയുണ്ട്, മഞ്ചാടി കുരുവൊക്കെ നമുക്ക് ഒരുപാട് മംഗളകാര്യമൊക്കെ എടുക്കുന്ന. അങ്ങനെ എന്തു തന്നെ ആയിക്കോട്ടെ. അപ്പം ഞാൻ വിട്ടുപോയ പല വൃക്ഷങ്ങളുണ്ട്. പാലയുണ്ട്, പാലയ്ക്കൊക്കെ സ്ഥാനമുണ്ട്. അത് പന തന്നെ 3 ചൂണ്ടുപനയുണ്ട്, യക്ഷിപ്പനയുണ്ട്, പാലയായ ഇഴംപാലയുണ്ട്, സാധാരണ പാലയുണ്ട്. അപ്പം അങ്ങനെ ഏതുതരം വൃക്ഷങ്ങളായാലും നമ്മൾ തീർച്ചയായിട്ടും വെട്ടുമ്പോൾ അതിൻ്റെ ദൈവാധീനം നോക്കി, അത് നിൽക്കുന്ന സ്ഥാനത്തല്ല, അല്ലെങ്കിൽ അത് വെട്ടിയ പ്രത്യേകിച്ച് ചൈതന്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വെട്ടുക. സ്ഥാനത്തുള്ള ചില വൃക്ഷങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏത് ഭാഗമാണോ വെട്ടിയത് ആ വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും തുല്യമായ ദോഷമായിട്ട് വരാറുണ്ട്. സർപ്പസാന്നിധ്യമുള്ള വൃക്ഷങ്ങളൊക്കെ വെട്ടിയാൽ ചിലപ്പം വെട്ടിയ ആളിനും വിഷയങ്ങളുണ്ടാവും, ഇത് വെട്ടിച്ച ആളിനും വിഷയങ്ങൾ ധാരാളം ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങളൊക്കെ വെട്ടുമ്പോഴാണ് ചിലയിടത്തൊക്കെ ആള് മരത്തിൽ നിന്ന് വീണു, കാലിടിഞ്ഞു, അല്ലെ കൈ ഒടിഞ്ഞു, അല്ലെ മിഷൻ വാളൊക്കെ ഉണ്ടായി മുറിക്കുന്നത്, ചിലപ്പോൾ കാലോ കയ്യൊക്കെ മുറിഞ്ഞു, പല കാര്യങ്ങളും പറയാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള എന്ത് വൃക്ഷങ്ങളായാലും മേടിക്കുന്നവർ ശ്രദ്ധിക്കണം, അത് കൊടുക്കുന്നവർ ശ്രദ്ധിക്കണം.
ചിലപ്പോൾ നമ്മൾ ഒരു അനജ്ഞാലശമാടി അല്ലെങ്കിൽ അവിടെ ഒരു വൃക്ഷപൂജയായിട്ട് വെട്ടി നോക്കിയാട്ടെ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ സ്ഥാനത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ വെട്ടുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പ്രകാരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അവയെ ആവാഹിച്ച് മാറ്റാൻ പറ്റുമെങ്കിൽ ആവാഹിച്ച് മാറ്റിയിട്ട് വെട്ടാം. ഇല്ല, അത് വെട്ടാൻ പാടില്ലാത്ത വൃക്ഷങ്ങളാണ് 100% അത് വെട്ടരുത്. അത് വെട്ടിക്കഴിഞ്ഞാൽ അനർത്ഥങ്ങൾ ഒരുപാടുണ്ടാവും. അനർത്ഥങ്ങൾ എന്തിനാ വെറുതെ വഴിയെ പോകുന്ന അനർത്ഥങ്ങൾ പഠിച്ചു വെക്കുന്ന കാര്യം എന്തുവാ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.